നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാനുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയണം. കാരണം സുമതി വളരെ 2019 കേട്ട കഥയാണ്. ആ സമയത്ത് കേട്ടതിനെക്കാട്ട് കുറേ മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അഭിലാഷേട്ടൻ വിളിച്ചിട്ട് ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പടം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല. പക്ഷേ ഈ 2025 അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പണം മുടക്കി വന്ന മുരളിച്ചേട്ടനോട് വലിയ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടതിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിലാഷേട്ടനോട് നന്ദി പറയുന്നു. കാരണം അഭിലാഷേട്ടൻ ഇപ്പോൾ നമ്മുടെ സജഷൻ പറഞ്ഞാലും ആസ് എ റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ അഭിലാഷേട്ടൻ അത് രണ്ട് കേസ് ചെയ്തിരിക്കുന്ന ഒരാളാണ് അഭിലാഷേട്ടൻ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവ് കൊടുക്കും. പിന്നെ മാൻ ഷിലേട്ടാ, ഐ ലവ് യു. ബിക്കോസ് സുമതി വളവ് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന രീതി ഇസ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എനിക്കത് ഭയങ്കര വർക്കായി. കാരണം കുറേ നാളായി 2000 എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പടങ്ങൾ കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കൊണ്ടുവരിക എന്നുള്ളതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരോടും നന്ദി. എസ്പെഷ്യലി രഞ്ജിൻ ചേട്ടാ, ഞാൻ ചോദിച്ചു വാങ്ങിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ട ഉത്സവ സോങ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഡാൻസ് കളിക്കണം എന്നുള്ളത് ഞാൻ തീർത്തു. പിന്നെ ഒരു പാട്ട് ഇറങ്ങി, ശോകം വേണ്ട, ദാറ്റ്സ് മൈ ഫേവറേറ്റ് സോങ്. അപ്പോൾ പിന്നെ വലിച്ചേട്ടാ കുറേ പോടായി, സ്പെഷ്യൽ നന്ദിയൊന്നും പറയണ്ടല്ലോ അല്ലേ? പോടാ. ഓക്കെ, റാഫി, ശിവ, ഗോകുൽ അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരോടും, മാളവിക, ഗോപിക, ജൂഹി, ജസ്, നമ്മളിവിടെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അശ്വ ചേച്ചി യൂട്യൂബ്, അഭിലാഷേട്ടൻ്റെ ഭാര്യയാണ്, എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചാണ്. ബോബി ചേട്ടാ, ഈ ചങ്ങായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ലൊക്കേഷൻ സൈലൻ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഇത്ര അലമ്പില്ലേ, ഇതേ മൂഡ് തന്നെയാണ് അവിടെ. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ കൂടെ കുറേ നാളായിട്ടുള്ള 2 പേരെയും കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു, റാഫി ആൻഡ് ശിവ. കാരണം ഇവർ പൊളിയാണ്. റാഫി DQ ആൻഡ് ശിവ, ഇവർ 2 പേരും വൻ പൊളി പടത്തിൽ ചെയ്തിട്ടുണ്ട്. റാഫിയുടെ കൂടെ വേറൊരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ, അത് പിന്നെ പറയാം. അപ്പോൾ ഈ പടത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയാം. ഇവിടെ എല്ലാവരോടും ബിഗ് താങ്ക്സ്. ഓഗസ്റ്റ് 1 ഞങ്ങളെല്ലാവരും റിക്വസ്റ്റാണ് തിയേറ്ററിൽ പോയി പടം വാച്ച് ചെയ്യുക. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. തലയാട്ടിക്കോ കണ്ടിട്ട് നീ എന്നെ മെസ്സേജ് അയക്കണോട്ടോ, കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, റാഫി എന്താ പറയുക? ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത്